മുസ്ലിം ലീഗിന്റെ നേതൃപദവി വഹിക്കുകയും രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഇടപെടുകയും ചെയ്യുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്നാരും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറില്ല. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഡമ്മി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നുവെന്ന് പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പാർട്ടിയുടെ അന്തിമ വാക്ക് എന്നും പാണക്കാട് കുടുംബമാണ്. എന്നാൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ആരും തന്നെ ഇന്ന് വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ മലപ്പുറം ലോക്സഭാ മണ്ഡലം മഞ്ചേരി മണ്ഡലമായിരുന്ന കാലമായിരുന്നു അത്. 1973 മഞ്ചേരി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ആ ചരിത്ര സംഭവം. പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ അന്നത്തെ ഇളമറക്കാരനും പിന്നീട് പതിറ്റാണ്ടുകളോളം മുസ്ലിം ലീഗിനെ നയിക്കുകയും ചെയ്ത പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി പത്രിക സമർപ്പിച്ചത്. മഞ്ചേരി MP ആയിരുന്ന മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വിയോഗത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കൊണ്ടോട്ടി MLA CH മുഹമ്മദ് കോയയെ സ്ഥാനാർത്ഥിയായി പാർട്ടി അധ്യക്ഷൻ ബാഫക്കി തങ്ങൾ പ്രഖ്യാപിച്ചു. CHനൊപ്പം രണ്ടാം സ്ഥാനാർത്ഥിയായി അഥവാ ഡെമ്മി സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ. നാമനിർദ്ദേശ പത്രികയിൽ CHനെ പൂക്കോയ തങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ UA ബീരാനായിരുന്നു തങ്ങളെ നിർദ്ദേശിച്ചത്. 1972 ഡിസംബർ 26 അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടറായിരുന്ന KJ ജോണിന് മുമ്പാകെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പത്രിക സമർപ്പിച്ചു. അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സ്ഥാനാർത്ഥികളെ ഒരു ഡമ്മി സ്ഥാനാർത്ഥി നിലയിൽ കൊടുത്തതെന്നുള്ളതാണ്. CHന്റെയും ശിഹാബ് തങ്ങളുടെയും പത്രിക അംഗീകരിച്ചതോടെ തങ്ങൾ അന്ന് നോമിനേഷൻ പിൻവലിച്ചു. അന്ന് CHന്റെ പത്രിക തള്ളിപ്പോയിരുന്നെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ ഇന്ന് മറ്റൊന്നാകുമായിരുന്നു. അഷ്കർ അലി, 24 മലപ്പുറം.